വൃത്തിയാക്കുന്നതിനെ കുറിച്ച് മൈത്രേയൻ പറയുന്നത് ഈ കൊച്ചിലെ മുതൽ അത് പഠിപ്പിക്കണം. ഇപ്പം ഞാൻ കണ്ട ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പം മഹാരാഷ്ട്രയിലെ ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലം ക്ലീനസ്റ്റ് സിറ്റിയാണ്. അതുപോലെ ഈ റോഡ് സെൻസ് എന്ന് പറയുന്ന ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അവരിങ്ങനെ റോഡിൽ ഇങ്ങനെ ക്യൂ ആയിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ് അവർക്ക് സാധ്യമായതെന്ന്? അതൊക്കെ അവിടെ ബ്രിട്ടീഷുകാർ വടക്കേ ഇന്ത്യയിലെ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ നന്നായിട്ട് പെരുമാറി അത് അന്ന് പഠിപ്പിച്ചതും അങ്ങനെ തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് പുതിയ പഠിപ്പീരിനകത്തുനിന്ന് വന്നതല്ല. ഊട്ടി ഊട്ടി ടൗണിനകത്തെ നഗരമൊക്കെ ഉണ്ടാകുന്നത് താഴെ ഗ്രാമത്തിലെ ഈ തമിഴ് നാട്ടുകാരുടെ ഒരു പട്ടണമല്ല ഊട്ടി എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാർ തന്നെ അവിടെ പോയി നിന്ന് അവരുടെ രാജ്യം പോലെ ഉണ്ടാക്കിയെടുത്തതുപോലെയാണ് ഈ നോർത്ത് ഈസ്റ്റിനകത്ത് നമ്മൾ ഈ കാണുന്ന ഷില്ലോങ്ങോ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്നാൽ കാണും. അത് കണ്ടിട്ട് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അത് പറഞ്ഞാൽ അനുസരിക്കുന്നവരെ അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ചിട്ടയാ. പട്ടാള ചിട്ട എന്ന് പറയുന്ന പോലെയൊക്കെ രൂപപ്പെടുന്ന സാധനമാണ്. അതൊരു കോൺഷ്യസ് ആക്ട് അല്ല. അത് മോശം കാര്യമാണെന്ന് പറയാനല്ല, അങ്ങനെ വേണ്ടാന്ന് പറയാനുമല്ല. പക്ഷെ അത് ആൾക്കാർ ചെയ്യുന്നത് ശീലം കൊണ്ട് ചെയ്യുന്ന പോലെ. അതുപോലെ അല്ല ഒരു ഒരു അങ്ങനത്തെ അല്ലാത്ത ഒരു സമൂഹത്തിനകത്ത് അവർക്ക് അതിന്റെ ചെയ്യേണ്ട ഗുണത്തിനെ പറ്റി തിരിച്ചറിഞ്ഞ് അതേ ഒരേ പ്രവൃത്തി തന്നെ ആയിരിക്കും. പക്ഷെ ഒരു അടിമ ചെയ്യുന്ന പ്രവൃത്തിയല്ല അത്. എനിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടാകുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ അടിമകളെ ഉപയോഗിച്ചിട്ട് ഈ എന്താണ് മിഡിൽ ഈസ്റ്റിലൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങളെല്ലാം നടക്കും. കണ്ടാലൊക്കെ നല്ല റോഡും വൃത്തിയുള്ള സ്ഥലവും കാണും. പക്ഷെ അടിമപ്പണി ചെയ്തിട്ടായിരിക്കും ആൾക്കാർ അത് കൊണ്ട് ചെയ്യിക്കുന്നത്. അടിമയ്ക്ക് പകരം അവര് റോബർട്ടിനെ ഇറക്കും എന്നുള്ളതല്ലാതെ ഇത് സ്വയം അറിഞ്ഞിട്ട് ഇത് ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന സമൂഹം രൂപപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഇൻഡോറിലും അങ്ങനെയാണോ അത് ഈ നമ്മൾ അറിയേണ്ടത്. ക്ലീനസ്റ്റ് അതിന് സിറ്റി നഗരം ആക്കി? മാത്രമല്ലേ ഇൻഡോർ എന്ന് പറയുന്നത്? മധ്യപ്രദേശിലുള്ള ഒരു സ്ഥലമല്ലേ? അതെ അതെ അല്ലേ? അവിടെ അതെ. ചിലപ്പോ തറയിൽ ഇട്ടാലേ കഴുത്ത് വെട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ആളുകൾ ചെയ്യാതിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട് നമ്മൾ റോഡിൽ തൊപ്പാത്ത സിംഗപ്പൂർ ചെന്നാൽ $1000 ഫൈൻ ഉണ്ടെങ്കിൽ തുപ്പത്തില്ലെന്ന് പറയുന്നത് ആളുകള് തുപ്പല് നിർത്തിയത് കൊണ്ടല്ല, പേടിച്ചിട്ട് ചെയ്യാത്തതാ. ആ ചെയ്യുന്ന രീതി അല്ലത്. ഇത് ഭയങ്കര വ്യത്യാസമാണ്. ഒരു പൗരനും പ്രജയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുന്ന പോലെ മനസ്സിലാക്കേണ്ടതാണ്. പട്ടാളമല്ല നമ്മുടെ മോഡല്. അതുപോലുള്ള കാര്യങ്ങളല്ല. ഇൻഡോർ സിറ്റി വൃത്തിയായിട്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തികേടായിട്ടിരിക്കുന്നതും വൃത്തിയില്ലാത്ത മനുഷ്യര് അവിടുത്തെ ഗ്രാമം മുഴുവൻ നിറഞ്ഞു നിൽപ്പുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇൻഡോർ സിറ്റി മാത്രം വൃത്തിയായിട്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ആ ജനത അവിടെ വരാനോ അതിനകത്ത് പെരുമാറാനോ അനുവദിക്കുന്ന പോലും കാണത്തില്ല. ഇവിടുത്തെ എല്ലാ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയും നമ്മൾ പറയുന്ന വാതിലടച്ച് അകത്ത് വൃത്തിയാക്കുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അത് അവിടെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ആയിട്ട് നടക്കുന്നുണ്ട്. അവിടുത്തെ ജനക്രമമായിട്ട് അവരെല്ലാവരും അത് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറി എന്ന് വിചാരിക്കരുത്. പുറത്തോട്ട് ഇടുന്നുണ്ട്. ഏഹ് അല്ല, അവര് പുറത്തോട്ട് അപ്പൊ തള്ളുന്നുണ്ടായിരിക്കും അല്ലേ? ഇവിടെ ഇവിടെ റോഡില് തുപ്പും മലമൂത്ര വിസർജനവും ചെയ്യുന്ന ജനത ഭയങ്കരമായിട്ടുള്ള ശിക്ഷകൾ വെച്ചുകൊണ്ട് മാത്രം പേടിപ്പിച്ചിട്ട് ചെയ്യിക്കുന്നതാണ്. അങ്ങനെ അല്ല അത്. നമ്മൾ ജനാധിപത്യപരമായിട്ട് മനുഷ്യരത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത്. മനുഷ്യർക്ക് ഇത് ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി മെച്ചമാണ് എന്ന് അറിയാനും അത് ഉത്തരവാദിത്തോടെ സ്വയം ചെയ്യാനും പറ്റുന്നവരായിട്ട് അവരെ മാറ്റുക എന്ന് പറയുന്നതിന് ഉള്ള വിദ്യാഭ്യാസം നൽകി അവരെ ട്രാൻസ്ഫോം ചെയ്യുന്ന സ്ഥലമാണത്. അത് ഭയങ്കര വ്യത്യാസമാണ്. ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, കുട്ടിക്കാലത്ത് തൊട്ട് പരിശീലിപ്പിച്ച് ചെയ്യുന്ന കാര്യമാണ്. പേടിപ്പിച്ച് ചെയ്യിക്കാൻ ഒക്കും അതേ കാര്യം. അത് രണ്ടും രണ്ടാ. ഒന്ന് അടിമ ചെയ്യുന്നതും ഒന്ന് അറിഞ്ഞു ചെയ്യുന്നവരും തമ്മിലുള്ള വ്യത്യാസം അത്. പിന്നെ അതേപോലെ തന്നെ മൈത്രേന്റെ ഇപ്പൊ ഒരു ഞാൻ ഇയാള് ഇൻഡോറിനെ പറ്റി ഞാൻ പറയുമ്പം മലേഷ്യയെ പറ്റി പറയുന്ന പോലെ മധ്യപ്രദേശിൽ നിന്ന് ഇയാൾ എത്ര സിനിമ ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അധികം ഒരു കേട്ടിട്ടില്ല. സിനിമയെങ്കിലും നാഷണൽ ലെവലില് മധ്യപ്രദേശ് എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് ഒരു ഒരു
കൊള്ളാവുന്ന സിനിമ, മധ്യപ്രദേശ് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാറുണ്ട്. ഇല്ല, അങ്ങനെ ഒരു കേട്ടിട്ടില്ല. അവരുടെ എന്തെങ്കിലും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. നമ്മൾ ഈ അതൊക്കെ തിരിച്ചറിയേണ്ടതാണ്. അതേ സമയത്ത് ബോംബെയിലെ സിനിമ എന്താണ്, ബോംബെക്കാരുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഹിന്ദി ഏഹ്, ബോളിവുഡ്. പണക്കാരുണ്ടാക്കുന്ന സിനിമ അല്ലാതെ മറാത്തികൾ നല്ല സിനിമ ഉണ്ടാക്കാറുണ്ട്. ഉം. അവിടെയൊക്കെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരും കൂടെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് ഇതുപോലെ നമ്മൾ കാണണം. ബീഹാറിൽ നിന്ന് നമുക്കൊരു സിനിമ കിട്ടിയിട്ടില്ല, ഉത്തർപ്രദേശിൽ നിന്ന് കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ രാജ്യത്ത് ഇത്രയും അധികം ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യരെ കിട്ടാത്തത് എന്താണെന്ന് പറയാം. ഇയാള് ഹിന്ദി സാഹിത്യം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച്, ഇയാള് ഒരു പേര് പറ. ഞാൻ ഇതും വായിച്ചിട്ടില്ല, കേട്ടിട്ടുമില്ല. പ്രേംചന്ദ് എന്ന് പറയുന്ന ഒരാളെ കിട്ടും. പിന്നെ എത്ര പേരെ ഇയാൾക്ക് ഓർക്കാൻ പറ്റും? ഇല്ലെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ഇതിനൊക്കെ കാരണം പറയേണ്ടി വരും. അവിടെയാണ് സ്വതന്ത്രമായി ചിന്തിക്കുകയും ജീവിതത്തിനെ പറ്റി പലതരത്തിൽ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ലോകമുണ്ട്. അതും കൂടെ ചേർന്നിട്ട് വേണം നമ്മൾ കേരളത്തിനെയും എന്താണ് ബംഗാളിനെയൊക്കെ മനസ്സിലാക്കാൻ. അവരുടെ സാഹിത്യകൃതികളിനകത്തും ഒക്കെ മനുഷ്യരുടെ മനസ്സ് എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കുകയും ചിന്തിക്കാനെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടാകുന്ന മനുഷ്യരുണ്ടാകുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ വലിയൊരു ആവശ്യമാണ്. അതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അല്ലാതെ റോഡ് ഉണ്ടായിരിക്കുന്നതല്ല. അത് തലയ്ക്ക് മേളിൽ കൂടെ പോകുന്ന റോഡാണ്, പണക്കാരുടെ റോഡ് മാത്രമാണ്. വടക്കേ ഇന്ത്യയിലെ റോഡുകളെല്ലാം പണക്കാരുടെ റോഡാണ്. നാട്ടുകാരെ അതിനകത്ത് കടക്കാനൊക്കത്തില്ല. അതെ. അതൊക്കെ അങ്ങനെ മനസ്സിലാക്കണം. അല്ലാതെ ആ റോഡ് കണ്ടിട്ട് കുളിരണ്ട. ഇയാൾക്ക് ആ റോഡ് കയറിയിട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ ഒരു തലയ്ക്ക് മേളിൽ കൂടെ കടന്നു പോകുന്ന പാലങ്ങളാ, റോഡുകളാണ്.